ഹായ്, നമ്മൾ ഇന്നുള്ളത് കാസർഗോഡ് ഇന്ദിരാനഗറിലുള്ള വെസ്റ്റ് ഡിയിലാണ്. ഒരേ സീരീസിൽ വരുന്ന രണ്ട് വാഹനങ്ങൾ, അതായത് ഒരു ഫാമിലിയിലേക്ക് രണ്ട് വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ല ഫാൻസി നമ്പറുള്ള രണ്ട് ബലേനോ. ഒരുപാട് പ്രത്യേകത ഉള്ള ഈ വാഹനത്തിൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഈ രണ്ട് വാഹനത്തിൻ്റെ മുഴുവനായിട്ടുള്ള വിശേഷങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ എന്നാൽ വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ പറഞ്ഞതിൽ ആദ്യത്തെ സുന്ദരൻ ഇവനാണ്. നമ്പർ തന്നെ ഫാൻസി നമ്പറാണ്, KL148833. നല്ല കാണാൻ നല്ല മൊഞ്ചുണ്ട്, നല്ല ലുക്കുണ്ട് കാണാൻ. എക്സ്ട്രാ അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ലുക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വേണം പറയാം. പക്ഷേ അലോയ് വീൽ പ്രശ്നമാണ്, അത് നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ഇത് ചേഞ്ച് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ നല്ല ഫൈൻ അടക്കേണ്ടി വരും. ഫോഗ് ലാമ്പൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ തട്ടലോ മുട്ടലോ കാര്യങ്ങളൊന്നുമില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട്. ബോണറ്റോ ഫ്രണ്ട് ഗ്ലാസോ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതിലൂടെ തന്നെ മനസ്സിലാക്കാമല്ലോ തട്ടലും മുട്ടലും ഒന്നും ഇല്ലയെന്ന്. നല്ല നീറ്റായി സൂക്ഷിച്ചിരിക്കുന്നൊരു വാഹനമാണ്. ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതൊരു പെയറാണ്. രണ്ട് ഇതേ മോഡലിലുള്ള വേറൊരു വാഹനം കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ് ബീഡിങ് എല്ലാം ഒരു ക്രോം ഫിനിഷ് കൊടുത്ത് തന്നെ നല്ല ലുക്കുണ്ട് കാണാൻ. ഡോർ ഹാൻഡിലൊക്കെ ഒരു ക്രോം ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നല്ല ലുക്കുണ്ട് കാണാൻ. ടയറിൻ്റെ കാര്യം, ഈ ടയർ വെച്ച് വാഹനം നിരത്തിലിറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത്രയും കാലം അവരെങ്ങനെ യൂസ് ചെയ്തതെന്ന് അറിയില്ല. ബാക്കിലേക്ക് നോക്കിയാലും അതുപോലെ തന്നെ തട്ടലോ മുട്ടലോ പോറലോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. എവിടെയും കാണാനില്ല, ഒരു ഒരസലോ കാര്യങ്ങളൊന്നുമില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട്. ഈ അപ്പുറം സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന വാഹനമാണിത്. നല്ല നീറ്റ് ആൻഡ് ക്ലീനായി സൂക്ഷിച്ചിരിക്കുന്ന വാഹനം. നല്ല വലിയൊരു മ്യൂസിക് സിസ്റ്റം ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൽ തന്നെയാണ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളത്. മ്യൂസിക് കൺട്രോളും കാര്യങ്ങളും സ്റ്റിയറിങ്ങിൽ തന്നെ ഉണ്ട്. പിന്നെ ഗ്ലാസ് കൺട്രോളും കാര്യങ്ങളിലും സൈഡ് വിൻഡോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനം 2021 ഈ വാഹനത്തിൻ്റെ മോഡൽ. ജീറ്റ വേരിയൻറ്റിൽ വരുന്ന ഈ വാഹനം 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. നോ റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. ഇൻഷുറൻസ് പുതിയതാണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 7.5 ലക്ഷം രൂപയാണ്. പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. പിന്നെ ബാക്ക് സീറ്റിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയിൽ ആ കവർ പോലും പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ട്. നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീനായി സൂക്ഷിച്ചിരിക്കുന്ന വാഹനമാണ്. സീറ്റ് കവറോ കാര്യങ്ങളൊന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് രണ്ടാമനെ പരിചയപ്പെടാം. KL14AA8822. അതും 2021 മോഡലാണ്. സിംഗിൾ ഓണർ, 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ന്യൂ ഇൻഷുറൻസ്, നോ റീപ്ലേസ്മെൻറ്റ്. ഇത് രണ്ടും പെട്രോൾ വേരിയൻ്റാണ് വരുന്നത്. രണ്ടാമത് കാണിച്ചതും ജീറ്റ ഓപ്ഷനാണ്. അതിന് ചോദിക്കുന്ന വില 7.5 ലക്ഷം രൂപ തന്നെയാണ്. ഈ വാഹനത്തിൻ്റെയും ടയർ പുറത്തേക്ക് നല്ല രീതിയിൽ തള്ളി നിൽക്കുന്നുണ്ട്. പിന്നെ തട്ടലോ മുട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, നല്ല നീറ്റായി സൂക്ഷിച്ചിരിക്കുന്ന വാഹനം. അതുപോലെ തന്നെ ബോഡിയിലൊക്കെ ക്രോം ഫിനിഷ് ചെയ്തത് നല്ല എടുപ്പ് തോന്നുന്ന നല്ല നീല കളറിലുള്ള ഒരു വാഹനമാണിത്. ഇൻറ്റീരിയറും അതുപോലെ തന്നെ പക്ക നീറ്റായി സൂക്ഷിച്ചിരിക്കുന്ന വാഹനം. ഈ വാഹനത്തിലും സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടില്ല, കമ്പനി വന്ന സീറ്റ് കവർ തന്നെയാണ്. ഇതിലും വലിയൊരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, ടച്ച് സ്ക്രീനാണ്. കൺട്രോളും കാര്യങ്ങളൊക്കെ സ്റ്റിയറിങ്ങിൽ തന്നെ ഉണ്ട്. സൈഡിൽ ഡോർ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്, ചാവിയല്ല, ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുന്ന വാഹനം. ഈ വാഹനത്തിനും 7.5 ലക്ഷം രൂപ തന്നെയാണ് ചോദിക്കുന്നത്. ഒരു ഫാമിലിയിലേക്ക് രണ്ട് വാഹനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നല്ല നമ്പറും കിട്ടും, നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിലുള്ള നല്ല രണ്ട് വാഹനങ്ങളും കിട്ടും. ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ മറ്റേ വാഹനം കണ്ട പോലെ തന്നെ സീറ്റിൽ കവറോ കാര്യങ്ങളോ
പൊളിച്ചിട്ടില്ല, ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അത്രയ്ക്കും വെൽ മെയിൻറ്റെയിൻഡായി സൂക്ഷിച്ചിരിക്കുന്ന വാഹനം എന്ന് തന്നെ വേണം പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി പ്രതീക്ഷിക്കുന്നുണ്ടേ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.